വാർത്ത 6-ാം തീയതി എം.വി. ഗോവിന്ദനും ഭാര്യ പി.കെ. ശ്യാമളയ്ക്കും പി.പി. ദിവ്യയ്ക്കും നിർണായകമാണ്. ഇതിൽ മറ്റേതെങ്കിലും ഉന്നതനുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ആ ഉന്നതന്റെ ബി.പി. കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. AKG സെന്ററിലേക്ക് CBI നടന്നു വരുമോ? നടന്നു വരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന. AKG സെന്ററിലേക്ക് വരണം എന്നുള്ളതല്ല, ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ ആരാണോ അവരുടെ അടുത്തേക്ക് CBI എത്തണമെന്ന് തന്നെയാണ്. AKG സെന്റർ എന്ന് ചോദിച്ചത് കള്ളപ്പരാതി എഴുതിയത് CPM-ന്റെ തലസ്ഥാനത്തെ ഓഫീസിൽ നിന്നാണ്. അപ്പോൾ CBIയുടെ തുടക്കം അവിടെ നിന്ന് ആകണമെങ്കിൽ AKG സെന്ററിന്റെ അകത്ത് കയറിയേ പറ്റൂ. അല്ല, അത് മനസ്സിലായി. അതെന്ന് വെച്ചാൽ ആ ഒരു കള്ളപ്പരാതി എഴുതിയിട്ട് CM-ന് കൊടുത്ത കേസല്ലേ പറഞ്ഞത്. അത് AKG സെന്ററിൽ നിന്നാണ് ആ പരാതി എഴുതിയതെന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ CBI നിർബന്ധമായും AKG സെന്ററിലേക്ക് പോവുകയും ആ പ്രതിയെ പൊക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ 6-ാം തീയതി ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ച് ആണ് ഈ ഒരു കേസിൽ വിധി പറയുന്നത്. ആ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി എന്തായിരിക്കും എന്നുള്ള ആശങ്കയിലാണ് നമ്മളൊക്കെ. ആശങ്കയിലും ആകാംക്ഷയിലുമാണ്. നീതിന്യായത്തിന്, അതായത് ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയ്ക്ക്, ഹൈക്കോടതിക്ക് ഈ കേസിലെ ഒരുപാട് ദുരൂഹതകൾ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും CBI വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തു തന്നെയായാലും ഹൈക്കോടതിയുടെ വിധി എതിരായാലും അനുകൂലമായാലും അത് CPM ഭയക്കേണ്ടത് തന്നെയാണ്. കാരണം എതിരാവുകയാണെങ്കിൽ എന്തായാലും മഞ്ജുഷ സുപ്രീം കോടതിയെ സമീപിക്കും, അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇവിടെ മഞ്ജുഷയുടെ അഭിഭാഷകനായിട്ടുള്ള ജോൺ റാൽഫ് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി സിംഗിൾ ബെഞ്ചിൻ്റെ മുമ്പാകെ 5ഓളം പ്രധാനപ്പെട്ട സംശയങ്ങൾ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായിട്ട് തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. വലിയ സംശയങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് തൂങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി ഒരു ചെറിയ കയറിൻ്റെ പുറത്ത്, അതായത് സാധാരണ നമ്മൾ അയ കെട്ടാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ നീളം കുറഞ്ഞ ചെറിയൊരു കയറിൻ്റെ പുറത്ത് തൂങ്ങി നിൽക്കുമ്പോൾ ഇത്രയും ഭാരമുള്ള 55 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യനാണ് ഈ പറയുന്ന മരണപ്പെട്ട നവീൻ ബാബു. അദ്ദേഹത്തിൻ്റെ ശരീരത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ എനിക്ക് തോന്നുന്നു ടോയ്ലറ്റിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് പുറത്തു വന്ന വാർത്തകൾ. അത് ആരും കണ്ടിട്ടില്ല. വരുന്ന വാർത്തകളും വിവരങ്ങളും ശരിയാണെങ്കിൽ ടോയ്ലറ്റിലാണ് അദ്ദേഹം തൂങ്ങി നിന്നിരുന്നത്. ആ തൂങ്ങി നിന്നിരുന്നതിൻ്റെ ഫോട്ടോഗ്രാഫ്സോ വീഡിയോഗ്രാഫോ ഒക്കെ കൃത്യമായി കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അതിൽ തന്നെ വ്യക്തമാണ് ഈ കയറ്, ചെറിയ കയറിൽ നിന്ന് 55 കിലോ ഭാരമുള്ള ഒരാൾ തൂങ്ങി നിൽക്കുമ്പോൾ ഒന്നുകിൽ അയാളുടെ കഴുത്ത് മുറിയണം, അല്ലെങ്കിൽ അയാൾ അത് അറ്റ് താഴോട്ട് പോകണം. ഇത് രണ്ടും അവിടെ സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് വലിയ സംശയത്തിന് പ്രോസിക്യൂഷന് വലിയ സംശയമുണ്ട് ആ കാര്യത്തിൽ. പ്രോസിക്യൂഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മഞ്ജുഷയുമായി ബന്ധപ്പെട്ട ഭാഗത്തിന് സംശയമുണ്ട് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തേത്, ഈ കേസിനകത്ത് ഇദ്ദേഹത്തെ കിടത്തിയ, അതായത് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ തൂങ്ങി മരണമാണെങ്കിൽ അയാൾ യാതൊരു വിധത്തിലും തറയിൽ കിടന്നിരിക്കില്ലല്ലോ അതിനു മുമ്പ്. അതായത് ഒരാൾ തൂങ്ങി മരിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിലുള്ള രക്തോട്ടം നേരെ ഡൗൺ ആവുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ പമ്പിങ് നിലയ്ക്കുകയും അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഒരു ഗുരുത്വാകർഷണ ബലമുണ്ട്, നമ്മുടെ ശരീരത്തും ഭൂമിയുമായി ബന്ധപ്പെട്ടൊരു ബലമുണ്ട്. നമ്മുടെ കാന്തിക ശക്തി ഈ മരണത്തോടു കൂടി ഇല്ലാതാവും. നമ്മുടെ വൈദ്യുതി ഉൽപ്പാദനവും നമ്മുടെ കാര്യങ്ങളെല്ലാം ഈ മരണത്തോടു കൂടി ഇല്ലാതാവുകയും നേരെ ഈ ഗുരുത്വാകർഷണ ശക്തിക്ക് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനെ നേരെ താഴോട്ട് വലിക്കാനും കഴിയും. അത് വലിക്കാതെ നിൽപ്പിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയം നിലച്ചുപോയി, പിന്നെ അത് നേരെ താഴോട്ടേക്ക് വരും. അങ്ങനെ താഴോട്ടേക്ക് വരുമ്പോൾ അത് നമ്മുടെ നേരെ കൈ ഭാഗത്തേക്കും കാലിൻ്റെ തുടയും കഴിഞ്ഞ് നേരെ കാലിൻ്റെ സൈഡിലുമാണ് പോയി അടിയുക. അങ്ങനെ അടിഞ്ഞതായിട്ട് ഇതിലെവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതിന് ശാസ്ത്രീയമായ തെളിവുകളില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ബോഡി തറയിൽ നേരെ കിടത്തിയാൽ മാത്രമാണ് ആ രക്തോട്ടം തലങ്ങും വിലങ്ങും എത്തുകയുള്ളൂ. അല്ലെങ്കിൽ അത് കൃത്യമായി ഇങ്ങോട്ട് പോകണം. അത് സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അന്ന് നമ്മൾ പറഞ്ഞ ഫിംഗർ ടെസ്റ്റ്, ആ കൃത്യമായി ഒരു ശരീരത്തിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരാളുടെ ശരീരത്തിൽ, മരണപ്പെട്ട ആളുടെ ശരീരത്തിൽ വരുന്ന കലകൾ, ആ കല മാഞ്ഞു പോവുകയാണെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്, മാഞ്ഞു പോയിട്ടില്ലെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. മാഞ്ഞു പോവുകയാണെങ്കിൽ അതൊരു കൊലപാതകമാണ്, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്തെങ്കിലും സാധനങ്ങളാണ് എന്ന് നമുക്ക് അതിൽ പറയേണ്ടി വരും. അത് ക്ഷമിക്കണം, മാഞ്ഞു പോയിട്ടില്ലെങ്കിൽ. ഇവിടെ അത്തരം ടെസ്റ്റ് നടത്തിയപ്പോൾ അത് മാഞ്ഞിട്ടില്ല എന്നുള്ളതും ഈ കേസിനെ ഗൗരവകരമായി ബാധിക്കുന്ന ഒന്നാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ജോൺ റാൽഫ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ആ വാദത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം CPM നേതാക്കൾ ഈ പറയുന്ന പ്രതിയുടെ, അതായത് PP ദിവ്യ എന്ന് പറയുന്ന CPM-ന്റെ സമുന്നതയായ നേതാവ്, അങ്ങനെ തന്നെ പറയണമല്ലോ, സമുന്നതയായ നേതാവ്, അടുത്ത ഒരുപക്ഷെ ശൈലജ ടീച്ചറെയൊക്കെ മാറ്റി അവിടെ MLA സ്ഥാനാർത്ഥി വരെ ആകാൻ പ്രാപ്തിയുള്ള, തയ്യാറുള്ള, CPM
പരിഗണിച്ചിരുന്ന ഒരു നേതാവാണ് എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. കണ്ണൂർ ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു ലേഡിയെ CPM വെക്കുമ്പോൾ അത് ജില്ലാ കമ്മിറ്റിയിൽ തന്നെയുള്ള ഒരാളാകുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ എത്രമാത്രം പ്രസക്തി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ PP ദിവ്യയെ സ്വീകരിക്കാൻ പോയത് ആരാണ്? ഈ പറയുന്ന ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യയാണ്. മുൻപ് അനുഭവ പരിജ്ഞാനമുള്ള ആളാണ് ആന്തൂർ സാജൻ്റെ വിഷയത്തിൽ. അപ്പോൾ അവർ പോയിട്ടുണ്ടായിരുന്നു, പാർട്ടിക്കാർ പോയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നും വാങ്ങിയില്ല എന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് പറഞ്ഞ ജയരാജൻ സഖാവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സ്ഥലം, മുഖ്യമന്ത്രിയുടെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ആര്? ഈ പറയുന്ന MV ജയരാജൻ. പിന്നീട് അദ്ദേഹം പറഞ്ഞത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നും വാങ്ങിയിട്ടില്ല എന്നും ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് എന്നും പറഞ്ഞു. ഈ സമഗ്രമായ അന്വേഷണമാണ് മഞ്ജുഷയും പറയുന്നത്. CBI പക്ഷേ ഞമ്മന്റെ പോലീസ്, ഞമ്മളെ കേസ്, ഞമ്മടെ എന്താണ് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച്, അത് സമഗ്രമായ അന്വേഷണമാണ് എന്ന് ജയരാജൻ പറയുമ്പോൾ CBI അന്വേഷണം എന്ന് ജയരാജനും അതിലൂടെ പറഞ്ഞു വെക്കുന്നില്ലേ? സമഗ്രമായൊരു അന്വേഷണം വേണം. ഇവിടുത്തെ കേരള പോലീസിനെ കൊണ്ട് സമഗ്രമായൊരു അന്വേഷണം നടത്താൻ കഴിയില്ല. എന്നെ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ അതൊരു ശരിയല്ലേ, കാരണം ഉള്ളു കൂടിയിട്ടൊരു കുത്താണ്. സമഗ്രമായ അന്വേഷണം തന്നെ വേണം ഈ കാര്യത്തിൽ എന്ന് പറയുന്നത് ശരിയാണത്. പക്ഷേ CBI അന്വേഷണം വേണമെന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ പെരിയ കേസിൽ ഉൾപ്പെടെ CBI വന്ന സമയത്ത് ഇവർ പറയുന്നത് CBI വന്നിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെയൊക്കെ പ്രതി ചേർക്കുകയാണ്, അനാവശ്യമായി പ്രതി ചേർക്കുകയാണ്, ഞങ്ങളെ പിടിച്ചകത്തിടുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കേസിനകത്ത് പോലീസ് അന്വേഷിച്ചിട്ട് പോലീസ് ഒരു കുറ്റപത്രം തയ്യാറാക്കി കൊടുക്കുന്നത് പോലെയല്ല, കൂടുതൽ ആളുകളെ കൃത്യമായി തെളിവെടുപ്പ് നടത്തി ആ പ്രതികൾക്ക് തെളിവുണ്ടെങ്കിൽ മാത്രമാണ് CBI ഒരു കേസിനകത്ത് അവരെ ഉൾപ്പെടുത്തുക കൂടിയുള്ളൂ. CBI കോടതി എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ട് മാത്രമേ വാദം കേൾക്കുന്ന ഒരു കോടതിയാണ് CBI കോടതി. അതായത് പെരിയ കേസിനകത്ത് അവസാനം എല്ലാ വാദങ്ങളും കേട്ട് കഴിഞ്ഞ് ശിക്ഷ വിധിക്കാൻ പോകുന്ന ആ സമയത്ത് പ്രതികൾ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ബഹുമാനപ്പെട്ട കോടതിയോട് പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ശിക്ഷാവിധി മാറ്റിവെച്ച് അന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടി കേട്ടുകൊണ്ട് 12:15 വിധി പറഞ്ഞ കോടതിയാണ് ഈ പറയുന്ന CBI കോടതി. കൊച്ചിയിലെ സ്പെഷ്യൽ CBI കോടതിയാണ്. ആ ജഡ്ജിനെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവർ ആ രീതിയിൽ കൃത്യമായി കേസ് കൈകാര്യം ചെയ്യുന്ന ജഡ്ജാണ് CBIയുടെ ജഡ്ജി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് CBIക്ക് അതിൻ്റേതായ എന്താണ് പിന്നെ ഫ്രെയിം ചെയ്തൊന്നും കേസ് കൊണ്ടുപോകാൻ കഴിയില്ല. അത് പൊട്ടുകയും CBI ഒരു കേസ് ഫ്രെയിം ചെയ്താൽ അത് പൊട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഒരാളെ പ്രതി ചേർത്ത് അയാളെ ശിക്ഷിക്കാൻ തക്കത്തോണം തെളിവുകൾ ഉണ്ടാക്കാൻ എങ്ങനെ ഒരു CBIക്ക് കഴിയും? ഇപ്പോൾ ഇതിൽ പ്രതി അല്ലെങ്കിൽ ഇതിൽ ശിക്ഷ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇവർ ഭയക്കുന്നത്? കാരണം ഒരാളെയും വെറുതെ പ്രതി ചേർക്കാൻ CBI കഴിഞ്ഞെങ്കിൽ സിമ്പിളായി കോടതി വെറുതെ വിടും. കാരണം തെളിവില്ലെങ്കിൽ ശിക്ഷിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പലപ്പോഴും ദിലീപിൻ്റെ കേസിലൊക്കെ ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസ് അദ്ദേഹത്തെ പ്രതി ചേർത്തതാണ്, ഒരു ഫ്രെയിം ചെയ്തതാണ് കേസ് കോടതിയിൽ നിൽക്കില്ല, കോടതി അദ്ദേഹത്തെ വെറുതെ വിടും എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഫ്രെയിം ചെയ്തെടുത്തൊരു കേസിനകത്ത് കോടതിയിൽ തെളിയിക്കാൻ പോലീസിന് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട്. തീർത്തും നിരപരാധിയായ ഒരാളെ കൊടുക്കണമെങ്കിൽ അവർക്ക് എന്താണ് കംപ്ലീറ്റ് കാര്യങ്ങളും ഫ്രെയിം ചെയ്തെടുക്കാൻ കഴിയില്ല. 1-2 കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ക്രൂരനായിട്ടുള്ള ഒരു തെറ്റ് ചെയ്ത ഒരാളെ കൊടുക്കാൻ വേണ്ടി പോലീസിന് ഫ്രെയിം ചെയ്യാൻ പറ്റിയേക്കും. ഉദാഹരണത്തിന് ഒരാളെ ആ വെട്ടിയ വാള് കാണുന്നില്ല, അങ്ങനെയാണെങ്കിൽ പോലീസിന് അത് കൊണ്ടിട്ടിട്ട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുപ്പിക്കാം. അത്തരത്തിലുള്ള ചില ഫ്രെയിമുകളൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും ഈ കേസിനകത്തൊന്നും തന്നെ ഒരാളെയും ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ന്യായീകരണം വെറുതെയാണ്. എന്തായാലും ഈ കേസിനകത്ത് CBI വരിക തന്നെ ചെയ്യും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അല്ല ധനിക്ക് വരെ എപ്പോഴൊന്നുമില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും CBI വരണമെന്നാണ് നമ്മളെ തുടക്കം മുതൽ മീഡിയ മലയാളം ആഗ്രഹിക്കുന്നത്. നവീൻ ബാബുവിന്റെ ആശങ്കയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആശങ്ക ഇല്ലാതില്ല, ആശങ്ക ഉണ്ട്. കാരണം കോടതിയുടെ തീരുമാനം എന്താകും? ബഹുമാനപ്പെട്ട കോടതിയെ ദൈവമായാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ കോടതിക്ക് കനിവുണ്ടാകട്ടെ എന്ന് മാത്രമേ, എല്ലാ തെളിവുകളും മുന്നിൽ കണ്ടുകൊണ്ട് ഈ അന്വേഷണം ശരിയല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും CBI, പ്രത്യേകിച്ച് CBI ഞങ്ങൾ വരാം, ഞങ്ങൾക്ക് കുഴപ്പമില്ല, കേസ് ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കൂടി ഒരു പ്രതീക്ഷയുടെ ചില കണികൾ എവിടെയൊക്കെയോ ഉണ്ട്. ഇനി നമുക്ക് തിങ്കളാഴ്ച അറിയാം.